ഒരു പക്ഷേ ഒരു പാർലർ കാര്യമായിട്ട് വർക്കൊന്നും ഇല്ലാതെ നിൽക്കുന്ന നമുക്കൊരു ക്ലയൻറ്റ് വരും. ആ ക്ലയൻറ്റ് വരുമ്പോൾ ഒരു 3 മാസം മുമ്പൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തായാലും കുഴപ്പമുണ്ടാവും, ഈ ക്ലയൻറ്റിനെ വിടുന്നേക്കാളും നല്ലത് നമുക്കൊരു വർക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഓവർ റിസ്ക് എടുക്കാൻ ചില സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ക്ലയൻറ്റ് നിർബന്ധമായിട്ടും അവർക്കൊരു പരിപാടിയിൽ പോകും, മുടി ഒരു സ്ട്രൈറ്റ് ചെയ്യും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് ഹൈ പവർ ക്രീമിന് പകരം നമ്പർ 2 ക്രീം ഉപയോഗിക്കുന്നു. അതല്ലെങ്കിൽ ഒരു വെറും സ്ട്രൈറ്റനിങ്ങിലൂടെ മാത്രം ഈ ക്ലയൻറ്റിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനോ ഒരു ഓപ്ഷൻ ഈ ക്ലയൻറ്റ് വെറുതെ 3 മാസത്തിൽ കഴിയുകയാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സെൻസിറ്റൈസർ ക്രീം, ഈ പറഞ്ഞ എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ വന്നിട്ട് അതിൽ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണ്ടേ. അത് ക്രീമിൽ നമുക്ക് എന്താ പറയുക, സിസ്റ്റം ക്രീം ഉണ്ട്, നോർമൽ ക്രീം ഉണ്ട്, ഇത് സെൻസിറ്റൈസർ ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു അതായത് കേളായി പോയിട്ടുണ്ട് അല്ലെ, അങ്ങനെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് സക്സസ് ആയില്ല, അങ്ങനെ ക്ലയന്റിന് 2-3 മാസത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കുറച്ചുകൂടി സ്ട്രെങ്ത് കുറഞ്ഞ ക്രീമിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാം. ഇത് നമ്മുടെ കയ്യിലാണ്, ഇത് നമ്മുടെ ഒബ്സർവേഷനാണ്. എത്ര ടൈം വെക്കണം, ഇവിടെ നമ്മൾ പഠിച്ച ഇതുവരെയുള്ള എല്ലാ തിയറീസും നമ്മൾ മാറ്റി നോക്കുന്നു. മോഹൻലാൽ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം, ഒരിക്കലും ഞാൻ കടയടച്ചിറങ്ങുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് പോകും, അവർക്ക് ഓൾറെഡി സ്ട്രൈറ്റിംഗ് ടൈം കഴിഞ്ഞു, പക്ഷെ വലിയൊരു ഇവന്റിൽ അവർക്ക് പങ്കെടുക്കും. അപ്പോൾ ഇനി സ്ട്രൈറ്റിംഗ് ചെയ്യാൻ പറ്റുമോ, ഈ കണ്ടീഷനിൽ ഓൾമോസ്റ്റ് സ്ട്രൈറ്റിംഗ് അത് കഴിഞ്ഞിട്ടുണ്ട്, എഫക്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ടെക്നിക്കലായിട്ട് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന നോളജ് അപ്പം ഇല്ല. അങ്ങനത്തെ ഒരു കാര്യം വന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതിനുള്ള വല്ല ഓപ്ഷൻ ചെയ്യാൻ സെൻസിറ്റൈസർ ക്രീം യൂസ് ചെയ്യാം. പക്ഷെ സെൻസിറ്റൈസർ ഈ പറഞ്ഞ ഏറ്റവും മൈൽഡ് ക്രീമാണ്. ഇവരുടെ മുന്നിൽ എത്രത്തോളം ബോണ്ടർക്ക് ബ്രേക്കേജസ് ആദ്യം ചെയ്തലുണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ച് നമ്മൾ ക്രീമും അതിന്റെ ഡ്യൂറേഷനും ടൈമിങ്ങും എത്ര ടൈം ഇപ്പോഴും നമുക്ക് തന്നെ ഒരു കാര്യം, ചിലരുടെ മുടി ഇതുപോലെ തന്നെ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ഓവർ പ്രോസസ്ഡ് ആയി പോകും. മുടി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് അവസാനം ഓവർ പ്രോസസ്ഡ് ആയി. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്. രണ്ടാമത്തെ കേസ് ചിലർ പറയാറുണ്ട്, നമ്മൾ സ്ട്രൈറ്റും ചെയ്തു പക്ഷേ സ്ട്രൈറ്റ് ആയില്ല. ഓൾറെഡി അവർ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തു പക്ഷെ ആയില്ല. അവർ പലരും ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, നിങ്ങൾ നാളെ പോരെ പിറ്റേ ദിവസം ചെയ്യാന്ന് പറയും. അത് ശരിക്കും പ്രോപ്പർ ആയിട്ട് റെമഡി ആണ് ഈ 2 കാര്യം. ആയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞല്ല. അതായത് നമ്മൾ ഒരു സാധനത്തിന് നശിപ്പിച്ച ശേഷം, പ്ലാസ്റ്റിക് കവർ വലിച്ചു കയറിയ ശേഷം അല്ലെങ്കിൽ വലിച്ച് സ്ട്രെച്ച് ആക്കിയ ശേഷം പഴാപ്പലാക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ട് നമുക്കതിനെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി കെമിക്കൽ പ്രോസസ്സിങ് കഴിഞ്ഞു. പിറ്റേ ദിവസം എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണ്. പിന്നെ അത്രത്തോളം ധൈര്യമില്ലാത്ത ആളുകളാണെങ്കിൽ, അതായത് സ്മൂത്തൻ ചെയ്യുന്നെങ്കിൽ അതൊരു ധൈര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്മൂത്തനിങ് ക്രീമിന്റെ കൂടെ നമുക്ക് ഈ ബോണ്ട് അൾട്ടിമേറ്റ് അങ്ങനെയുള്ള അതിലൊക്കെ എന്ന് വെച്ചാൽ ഈ ബോണ്ടുകളെ ഒത്തിരി ബ്രേക്ക് ആവേണ്ടത് പ്രൊട്ടക്ട് ചെയ്യും. അതായത് നമ്മുടെ ടൈമിന് കുറച്ച് കൂടി കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ആ ഒരു പ്രൊസീജിയർ കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പ് ആവും. ബോണ്ടുകൾ ഓവർ പ്രോസസ്ഡ് ആവില്ല. ഇത്രയും ധൈര്യമില്ലാത്ത ആളുകൾക്കാണ് എക്സ്പെൻസ് കൂടുതലാണ്. നമുക്ക് വീണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ടുകൾ നമുക്ക് കംപ്ലീറ്റ്ലി ഡാമേജ് ആക്കില്ല. ആ ബ്രേക്ക് ആവുന്ന ടൈമിൽ നമ്മളൊരു എന്താ പറയാ, ഒരു ഇത് വെക്കില്ലേ, ഒരു എന്താ പറയാ, നമ്മൾ ടൈമർ വെച്ച് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു പരിധി വരെ അങ്ങനെ ഓവർ പ്രോസസ്ഡ് ആക്കിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അഥവാ അങ്ങനെ ഇപ്പോൾ ഓവർ പ്രോസസ്ഡ് ആയി അല്ലെങ്കിൽ തലേദിവസം ചെയ്തു പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞിട്ട് ബോണ്ട് വെച്ചിട്ട് ചെയ്യാന്നാണോ, അത് വെയിറ്റ് ചെയ്യാൻ പറയണം. വെയിറ്റ് ചെയ്യണം. ബോണ്ട് ചപ്പ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് ആൾക്കാരാണെങ്കിൽ നേരെ മറിച്ച് ഇപ്പൊ ചെയ്തു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ അത് ഫെയിലായി കഴിഞ്ഞ് നിങ്ങൾ നാളെ പോലെ ഞാൻ വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു കേസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1 month വയ്ക്കാം. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്, അതാണ് എനിക്ക് കോൺഫിഡൻസോട് കൂടി പറയാം. അങ്ങനെ വേറൊരു സ്ഥലത്ത് ചെയ്ത് പ്രോബ്ലം ആയിരുന്നു എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 1 month ഗ്യാപ്പ് വെയിറ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞിട്ട് ആഫ്റ്റർ കെയർ കൊടുക്കുന്നുണ്ട്. ഹെയർ മാസ്കുകൾ, ഷാംപൂ, കണ്ടീഷണർ എല്ലാം കൊടുത്ത് സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും 1 month കഴിഞ്ഞാൽ അവർക്ക് ഹെയറിന് സ്യൂട്ട് ചെയ്യുന്ന ഈ പറഞ്ഞുള്ള ക്രീമുകൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആ ട്രീറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വാഷ് ചെയ്യുന്ന സമയത്ത് ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ കൂടുതൽ കെയർ കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെ അങ്ങനെ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എത്രമാത്രം സയൻസ് റിലേറ്റഡ് ആണെന്നും ഈ കെമിക്കലുമായിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെന്റിന് ശ്രദ്ധിക്കേണ്ട വശങ്ങൾ കുറെ ഉണ്ട് എന്നുള്ള കാര്യത്തിലുള്ള ഒരു പഠനത്തിന്റെ കുറവ് നല്ലൊരു ശതമാനം. ഒരുപാട്, അതായത് ഒരു ദിവസം തന്നെ 3-4 കോളുകളും മിനിമമാണ്. ഏറ്റവും കുറഞ്ഞത് കോളുകൾ പറഞ്ഞത് ഞാൻ ചെയ്തു, വളരെ കോൺഫിഡൻസോടുകൂടി അത് പറഞ്ഞത് ഞാൻ ചെയ്തു വിട്ടിരുന്നു. വിട്ട ശേഷം
വിട്ടു പോകുമ്പോൾ ഒന്നും കുഴപ്പമില്ല. 3-ാം ദിവസം വാഷ് ചെയ്തപ്പോൾ കേളായി. ഞാൻ എല്ലാം പക്ക ക്ലിയർ ആയിട്ട് ചെയ്തിരുന്നെന്ന് എല്ലാവരും പറയാറുണ്ട്. അതിന് ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്മൂത്തനിങ് കഴിഞ്ഞ ശേഷം എല്ലാവരും ഫൈനലി അയൺ ചെയ്യാറുണ്ട്. കാരണം എങ്ങാനും ചില കേൾസ് വന്നു കഴിഞ്ഞാൽ അതപ്പോൾ അയൺ ചെയ്ത് വിട്ട് കഴിഞ്ഞ് നിൽക്കുന്ന വെച്ചാൽ അങ്ങനെയല്ല. സ്മൂത്തനിങ്ങിൽ സെക്കൻഡ് വാഷ്, അതായത് ന്യൂട്രലൈസർ ഇട്ട ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി പക്ക സ്ട്രൈറ്റ് ആയി നിൽക്കണം. അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 3 ദിവസമല്ല 1 ഇയർ അവർ വാഷ് ചെയ്താൽ അതുപോലെ തന്നെ നിന്നിരിക്കും, ഉറപ്പാണ്. അതിന് പകരം ചെറിയ കേൾസ് വന്നു അല്ലെങ്കിൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ട് അയൺ ചെയ്യുന്നത് യാതൊരു പർപ്പസില്ല. ചില ആളുകൾ 2-3 കാര്യങ്ങൾ നമ്മളെ സ്ട്രൈറ്റനിങ് ക്രീമിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ചില ആളുകൾക്ക് പ്രോപ്പറായിട്ട് അവയർനെസ് ഇല്ല. ആളുകൾ ഉപയോഗിക്കുന്ന ക്രീം കുറയും. അതുപോലെ തന്നെ ഈ സ്ട്രൈറ്റനിങ് പ്രൊസീജിയറിൽ ഒരു സ്ട്രൈറ്റനിങ് മിഷന്റെ ദൗത്യം എത്രമാത്രം ചില ആളുകൾ പറയാറുണ്ട്. ഞാൻ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്ട്രൈറ്റനിങ് മിഷൻ ഉപയോഗിച്ച് ചെയ്തപ്പോൾ വളരെ ലാസ്റ്റ് വേറൊരു ബ്രാൻഡ് ഉപയോഗിച്ച സമയത്ത് 4 ദിവസം ആകുമ്പോഴത്തേക്ക് പഴയ ഘട്ടത്തിലേക്ക് പോകും. ഇത് സ്ട്രൈറ്റനിങ് മെഷീന്റെ കുഴപ്പമാണോ അതല്ല ക്രീം അപ്ലിക്കേഷന്റെ കുഴപ്പമാണോ? എക്സ്പീരിയൻസ് മാത്രം കുഴപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിടുന്ന ക്വസ്റ്റ്യൻസ് അതായത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിന്റെയും ഓൾമോസ്റ്റ് നല്ല ബ്രാൻഡുകളിലെല്ലാം ടെമ്പറേച്ചർ നമുക്കറിയാം 180 to 230 വരെ അല്ലെങ്കിൽ 450 ഫാരൻഹീറ്റ്. വീണ്ടും അതെടുത്ത് പറയാം. വീണ്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ 450 ഡിഗ്രി സെൽഷ്യസിൽ. അതിന് നമുക്ക് പറഞ്ഞ മനസ്സിലാവാത്ത രീതി അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇങ്ങനെ പറയാറ്. ഞാൻ എന്റെ വലിയൊരു വീഡിയോ മാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഒന്നുകൂടി എന്റെ അടിയിൽ കൊടുക്കാം. എന്താണ് ഫാരൻഹീറ്റ്, എന്താണ് ഡിഗ്രി സെൽഷ്യസ്. ഞാൻ അവസാനം സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. മാമിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് തന്നിട്ട് ഈ സ്റ്റിക്കിന്റെ അളവ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാം പറയാണ് 1 മീറ്റർ, ഞാൻ പറയാണ് 100 സെന്റിമീറ്റർ. അപ്പോഴാണ് ആളുകളൊക്കെ ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെക്കാൻ ഒരു ഇൻഫർമേഷൻ ആണ് അത്. നെഗറ്റീവ് ആയിട്ടുള്ള ചില ഗൈഡൻസ് കിട്ടിയതിന്റെ കുഴപ്പമാണ്. കാരണം അവർക്ക് പക്ഷെ അത് അങ്ങനത്തെ ഗൈഡൻസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പ്രഷർ ചെയ്ത് അതാണ് ശരി എന്ന് പറയുമ്പോ അത് അത് വിശ്വസിക്കുകയാണ് അങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നോളജ് ചെയ്യാം. 450 ഡിഗ്രി ലെയർ നിൽക്കുമെന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇത് വേണം. അപ്പൊ ഇത്തരം രീതിയിൽ ഇപ്പോൾ അതിൽ അയണറിന്റെയും പ്രശ്നമില്ല. ക്രീം ആപ്ലിക്കേഷൻ ഒരു പ്രശ്നമാണ്. ക്രീമിന്റെ അല്ല പ്രശ്നം, ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മള് ഉദാഹരണം നമ്മളൊരു സാമ്പാർ പൊടി വെച്ച് സാമ്പാർ വയ്ക്കുകയാണ് അല്ലെ, ഈസ്റ്റേണിന്റെ സാമ്പാർ പൊടി വെച്ചാലും നിറപറയുടെ വെച്ച് കഴിഞ്ഞാലും ഏതിന്റെ വെച്ചാൽ ഏകദേശമൊക്കെ സാമ്പാർ വയ്ക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നല്ല സാമ്പാറായിരിക്കും അല്ലെ. അതിന് പകരം സാമ്പാർ വെച്ചാൽ അവിയലായി കഴിഞ്ഞാൽ സാമ്പാർ പൊടിന് കുറ്റം കൊണ്ട് കാര്യം സിമ്പിൾ ആയിട്ട് ഓക്കെ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരൂല. കാരണം അതിന് മാത്രം ചോദ്യങ്ങൾ നമ്മൾ നേരിടുന്നതാണ്. എനിക്ക് വേണം മിക്കവാറും ഇത് 2 പാർട്ടായിട്ട് തീർച്ചയായിട്ടും. നമ്മളിപ്പോ പ്രദീപിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുന്ന സമയത്ത് നമ്മള് ബ്യൂട്ടീഷ്യൻസിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു മാത്രം ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഷാംപൂ വാഷ് മുതൽ ക്രീം അപ്ലിക്കേഷന്റെ ക്വാണ്ടിറ്റി, നമ്മൾ വെക്കുന്ന ടൈമിങ്, അതിനുശേഷം അയണിങ്ങിന് കൊടുക്കുന്ന ടെമ്പറേച്ചർ, ഇതെല്ലാം കൊടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഈവൻ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഷാംപൂ ചെയ്താൽ 3 times ഷാംപൂ 3 times or 5 times ചെയ്തിട്ടും ഓയിൽ പോവാതെ വീണ്ടും ഞാൻ ഷാംപൂ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണത് വലിയൊരു ടോപ്പിക് കുറെ ടൈം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, ഞാൻ പല ആളുകളും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോലും സ്ട്രൈറ്റനിന്റെയോ സ്മൂത്തിങ്ങിന്റെയോ കളറിന്റെയോ ക്ലാസ് ഉണ്ടെങ്കിൽ വീണ്ടും വിളിക്കണം. അത് ആ വിളിക്കുന്നത് അവർക്ക് ഒരു ന്യൂനതായിട്ട് എനിക്ക് തോന്നില്ല. കാരണം അവർക്ക് അറിയാം ഇത് ഇനിയും പഠിക്കേണ്ടത്. സത്യം കളറിംഗ് ക്ലാസ്സും ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ വീണ്ടും വീണ്ടും വരുന്ന ഇഷ്ടംമാരെ അവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അവർക്കറിയാം ഇതിന് പോയി കഴിഞ്ഞാൽ എന്തിനും കിട്ടും. അതുപോലെ തന്നെ കളർ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് റസ്കിന്റെ കളർ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ സ്കോട്ട്ലൻഡിന്റെ സാധനം തോന്നുന്നു. അത്രയും സ്റ്റാൻഡേർഡ് സാധനം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വൈറ്റ് കളർ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് സാധനം കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ ആളുകളാണ്. പ്രൊഡക്റ്റിനാണ് കംപ്ലൈന്റ്. പക്ഷെ അവരെ വിളിച്ചിട്ട് നിങ്ങൾ എത്ര ലെവൽ വരെ നിങ്ങൾ പ്രീ ലൈറ്റിംഗ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ഈ ഇഷ്യൂ തീരൂല. പക്ഷെ നമ്മളിതൊരു ചെറിയൊരു അവയർനെസ് ആളുകൾക്ക് ഇട്ടുകൊടുക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് കൂടുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണോ ഈ വീഡിയോയുടെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു അവസരത്തിൽ അത് നോക്കിയിട്ട് പ്രദീപ് വന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതിപ്പോൾ നമ്മുടെ കോമൺലി വന്ന കാര്യങ്ങൾ നമ്മളും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ താഴെ കമൻ്റായി ഇടണം. അതിനൊക്കെ കൂടി ആൻസർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ഇത് വളരെ ഒരു ചിറ്റാറ്റ് വരെ ചെയ്തതാണ്. അപ്പോൾ
നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. എനിക്ക് തോന്നുന്നത് കൂടുതലും ഇത് നമ്മുടെ ബ്യൂട്ടി മേഖലയുള്ള എല്ലാവർക്കും വളരെ ആവശ്യമുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്കറിയാം പല ഗ്രൂപ്പുകളിലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾ നെഗറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലരും എന്നോട് പറഞ്ഞു, ചേട്ടാ സ്മൂത്തനിങ് ചെയ്താൽ ശരിയല്ല, മുടി പൊഴിയും അല്ലേ, സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡാമേജ് ആയി പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അറിവ് കൊണ്ട് ചെയ്യാത്തത് കൊണ്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കുക. നമ്മളിനി അടുത്തൊരു വീഡിയോയുമായിട്ട് പ്രദീപിൻ്റെ ഒപ്പം തന്നെ വീണ്ടും കാണും. അതുവരത്തേക്ക് തൽക്കാലം ബൈ.